വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചു. സർക്കാർ ഇന്നലെ നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ആശാപ്രവർത്തകർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അക്കാര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടതില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മിനിസ്റ്റർക്ക് അവിടെ പോയി ഇൻസെൻറ്റീവ് കൂട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടത്തിയ സമരത്തിലൂടെയാണ് 2 ആഴ്ച മുമ്പ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ നമ്മുടെ വേതനം വർദ്ധിപ്പിക്കുക അല്ലെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും അത്തരം ഒരു പോയി ചോദിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മൂവ്മെന്റിലൂടെ ഈ കേരളത്തിൽ നടക്കുന്ന സമരത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളിവിടെ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓണറേറിയത്തിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടുന്നത്. ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ. അപ്പോൾ അതിവിടെ തീരുമാനിക്കണം. എല്ലാവരും മിനിസ്റ്റേഴ്സ് സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടല്ലേ അത് അവർ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും ആശാവർക്കർമാരുടെ വിഷയവും ആണ് അവിടെ പ്രധാനമായി ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര മന്ത്രിയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ അനുമതിയുടെ ആവശ്യമില്ല. അതല്ലെങ്കിൽ അവർ വ്യക്തമാക്കണം ആരാണ് ഓണറേറിയം തരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഫണ്ടിൽ നിന്നാണോ ഓണറേറിയം തരുന്നത്, സംസ്ഥാന സർക്കാരാണോ ഓണറേറിയം തരുന്നതെന്ന് വ്യക്തമാക്കണം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സമരപന്തലിൽ നിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരപന്തലിൽ നിന്നും സൈമ എസ് ചേരുകയാണ്. സൈമ, 39ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോഴാണ് സമരം കടുപ്പിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ജീന, മന്ത്രിതല ചർച്ച ഉൾപ്പെടെ പരാജയപ്പെട്ടതോടെയാണ് ആശാപ്രവർത്തകർ അവരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടുപ്പിക്കാനുള്ള തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ അവരുടെ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 3 പേരാണ് സമര നേതാക്കന്മാരായ ബിന്ദു, തങ്കമണി ഉൾപ്പെടെയുള്ള 3 പേരാണ് നിരാഹാര സമരം തുടങ്ങിവെക്കുക. വളരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ആരോഗ്യവകുപ്പുമായൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടാവില്ലെന്ന ഒരു പ്രതിനിധി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ നിരാഹാര സമരവുമായി ഇതിൽ പങ്കുചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമവുമൊക്കെയായി ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താവും തീരുമാനം എന്നുള്ളതും ഇവരുടെ നിരാഹാര സമരത്തെയും മുന്നോട്ടുള്ള അനിശ്ചിതകാല സമരത്തെയും ഒക്കെ സ്വാധീനിക്കും. ഏതായാലും നിലവിൽ തുടരുന്ന സമരം, അനിശ്ചിതകാല സമരം 39ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാവും വരും ദിവസങ്ങളിൽ നിരാഹാര സമരവും തുടരുക. ശരി, ആശാപ്രവർത്തകരുടെ നിരാഹാര സമരത്തിന് തുടക്കമായിരിക്കുന്നു. സൈമ എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.